Good morning, students. +2 അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് കാണുന്നത്. സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, റവന്യൂ നേച്ചുറൽ എക്സ്പെൻസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റേഷനറിയെ സംബന്ധിച്ച് കുറച്ചധികം കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. സ്റ്റേഷനറി, അപ്പം ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സബ്സ്ക്രിപ്ഷന്റെ അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകമാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. എന്നാൽ സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. ബാക്കി അവിടെ സബ്സ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും, ഓപ്പണിംഗിൽ അഡ്വാൻസ് ഉണ്ടാവും, ക്ലോസിംഗിൽ അഡ്വാൻസ് ഉണ്ടാവും. അങ്ങനെ 4 കാര്യങ്ങൾ. കൂടാതെ 2 കാര്യങ്ങളുടെ എക്സ്ട്രാ ഇവിടെ ഉണ്ടാവാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, അതായത് സ്റ്റേഷനറി എന്ന് പറയുന്നത് നമ്മൾ ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസിന്റെ ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേഷനറി ഓഫീസ് ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ചുണ്ടാവും, സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ 7 കാര്യങ്ങൾ സ്റ്റേഷനറിയുടെ പേയ്മെന്റ് നടത്തിയതും അതിനോടനുബന്ധമായിട്ടുള്ള 6 കാര്യങ്ങളൂടെ ചേർത്ത് ആയിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. ഇതൊരു 5 മാർക്കിന് ചോദിക്കാം സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് സെപ്പറേറ്റ് ആയിട്ടും വരാറുണ്ട്. നമുക്ക് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രോബ്ലത്തിലൂടെ പരിചയപ്പെടാം. ഇവിടെ ഫ്രം ദ ഫോളോവിംഗ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട സ്റ്റേഷനറിയുടെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദി ഇയർ. ഈ വർഷം നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്തത് 2000 രൂപയുണ്ട്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റേഷനറി 300 രൂപ. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ് 200. എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ് 250. എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 150. പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 100. പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ് 75. അങ്ങനെ 6 കാര്യങ്ങളാണ്. സ്റ്റോക്ക് ഓപ്പണിംഗിലെയും ക്ലോസിംഗിലെയും, ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓപ്പണിംഗിലെ ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. പിന്നെ അഡ്വാൻസ്, ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, ക്ലോസിംഗ് ഡേറ്റിലും അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിൽ ഈ സ്റ്റോക്ക് ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ കണ്ടതാണ്. അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സ്റ്റോക്കിന്റെ കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടത്, ഇതിലെ ബേസ് ആയിട്ട് എടുക്കേണ്ടത് എമൗണ്ട് പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദി ഇയർ ആണ്. സ്റ്റേഷനറിക്ക് വേണ്ടി ഈ വർഷം കൊടുത്ത തുക എത്രയാണ് ആദ്യം എഴുതണം. അതിൽ നിന്ന് പിന്നെ അതിനോടുകൂടി ചില ഐറ്റംസ് ഒക്കെ കൂട്ടാനുണ്ടാവും, ചിലത് കുറയ്ക്കാനുണ്ടാവും. അപ്പൊ ആദ്യം അതാണ് എഴുതുന്നത്, പേയ്മെന്റ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിന്റെ ഈ രീതിയിൽ വേണം വരയ്ക്കാൻ. പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ ഇയർ. ഈ വർഷം നടത്തിയ സ്റ്റേഷനറിയുടെ എമൗണ്ട് അത് നമ്മൾ ഇവിടെ എഴുതുകയാണ്, 2000 രൂപ. അപ്പൊ ഏത് പ്രോബ്ലത്തിലും ആദ്യം അത് വേണം എഴുതാൻ. അത് ഈ വർഷം നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്തത് 2000 രൂപയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇവിടെ പല ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്ന് എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടതാണോ ലെസ് ചെയ്യേണ്ടതാണോ നോക്കണം. അത് എന്താണെന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞ് മാത്രമേ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ഒന്നാമത് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഇപ്പൊ ഈ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റ് അങ്ങനെ 2 ഡേറ്റ് പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ഓപ്പണിംഗിലെ ഡേറ്റ് തന്നേക്കാം, 1/4/2018 ക്ലോസിംഗ് ഡേറ്റ് 31/3/2019 അങ്ങനെയൊക്കെ തരാം. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ബിഗിനിങ് ആണ്. അക്കൗണ്ടിങ് തുടങ്ങുന്ന സമയത്തെ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. ക്ലോസിംഗ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ ക്ലോസിംഗ് ആണ്. ഇപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണെങ്കിൽ ഏപ്രിൽ 1 ആണ് ഓപ്പണിംഗ് ഡേറ്റ്, മാർച്ച് 31 ആണ് ക്ലോസിംഗ് ഡേറ്റ്. ഇനി ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ് അക്കൗണ്ടിംഗ് ഇയർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ജനുവരി 1 ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ടും വരും, ഡിസംബർ 31 ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടും വരും. അപ്പൊ നമുക്ക് ഓരോ ഐറ്റം നോക്കാം. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് 300 രൂപയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേഷനറി വാങ്ങി ഉപയോഗിച്ചിരുന്നു, എന്നിട്ട് മിച്ചം വന്നതാണ് 300 രൂപ. അപ്പൊ ഈ മിച്ചം വരുന്ന 300 രൂപയുടെ സ്റ്റേഷനറി, ചില പേപ്പർ, പെൻസില്, പേന അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആവും. ആ 300 രൂപ ഈ അക്കൗണ്ടിങ്ങിന്റെ ബിഗിനിയിൽ എത്രയാണ്, 300 രൂപ സ്റ്റേഷനറി നമ്മുടെ സ്ഥാപനത്തിലുണ്ട്.
അപ്പം ഇത്തവണ നമ്മൾ പേയ്മെന്റ് നടത്തിയത് 2000 രൂപയുടെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, പൈസ കൊടുത്തുകൊണ്ട്. കൂടാതെ 300 രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്താ സാധാരണ ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഇത്തവണ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ഓപ്പണിംഗ് സ്റ്റോക്കും ഈ തവണ വാങ്ങിയതും കൂടിയാണ് ഉപയോഗിച്ചത്. പിന്നെ മിച്ചം വന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ടാമത് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേഷനറിയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. നമുക്ക് ഇവിടെ സിമ്പിൾ ഇടാം, പ്ലസ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇനി അടുത്തതായിട്ട് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആൻഡ് ക്ലോസിംഗ് ഡേറ്റ്. സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഇയർ അവസാനിച്ച സമയത്ത് ഉപയോഗിക്കാതിരിക്കണം. ആ ഉപയോഗിക്കാതിരിക്കുന്നത് നമുക്ക് ഇത്തവണ പേയ്മെന്റ് നടത്തുകയാണെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ ബാലൻസ് ഇരിക്കുകയാണ്, അടുത്ത വർഷത്തേക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഈ കൊല്ലത്തെ ചെലവായിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്റ്റേഷനറി എന്ന് പറഞ്ഞ് നമ്മൾ ആക്ച്വലി ഈ വർഷം നടത്തിയ 2000 രൂപയല്ല നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഈ വർഷത്തിലെ യഥാർത്ഥ സ്റ്റേഷനറി എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു. അതായത് അത് നമ്മൾ ഓപ്പണിംഗിൽ ഇരുന്നാണ് അത് നമ്മൾ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചുകൊണ്ട്. അപ്പം അതും കൂടി ആഡ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. കാരണം ക്ലോസിംഗിൽ നമ്മൾ മിച്ചം ഇരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഈ കൊല്ലം ഉപയോഗിച്ച അതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അത് കുറയ്ക്കാം. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഇനി അടുത്തത് എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ആൻഡ് ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റിൽ സ്റ്റേഷനറി എമൗണ്ട് ഡ്യൂ. സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണെന്ന് ഓർത്തണം. അപ്പൊ അതിന് എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കൊടുക്കാനുണ്ട്. സ്റ്റേഷനറിയുടെ പൈസ കൊടുക്കാനുണ്ട്. നമ്മൾ സ്റ്റേഷനറി മേടിച്ചതാണ്, പക്ഷെ അതിന്റെ പൈസ കൊടുക്കാനുണ്ട്. അത് ക്ലോസിംഗ് ഡേറ്റിലും കൊടുക്കാനുണ്ടാവും, ഓപ്പണിംഗ് ഡേറ്റിലും ഉണ്ടാവും. അപ്പൊ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനമാണ്. അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം സ്റ്റേഷനറിയുടെ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ വർഷം മേടിച്ച സ്റ്റേഷനറിയുടെ പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പൊ അത് ഈ വർഷത്തെ ചെലവിനകത്ത് ഈ കൊടുത്തതാണ് ഈ 2000. ഈ വർഷത്തെ ഇനിയും കൊടുക്കാനുള്ളതാണ്. ക്ലോസിംഗ് ഡേറ്റിൽ എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഈ അക്കൗണ്ടിങ്ങിന്റെ അവസാനം കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. അത് ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് ഈ വർഷത്തെ ഇനിയും കൊടുക്കാനുള്ളതായതുകൊണ്ട് ആഡ് ചെയ്യണം. ഇനി അടുത്തത് എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ആണ് ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റില് സ്റ്റേഷനറിയുടെ എമൗണ്ട് ഡ്യൂ. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിങ്ങിന്റെ ബിഗിനിങ് ആണ്. അപ്പൊ ഈ ബിഗിനിങ്ങിൽ കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷം തൊട്ട് തലേത് ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനമാണ്. അപ്പൊ കഴിഞ്ഞ അക്കൗണ്ടിംഗ് ഇയറിലെ പൈസ കൊടുക്കാനുള്ളത്. ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ അക്കൗണ്ടിംഗ് ഇയറിലെ പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഈ കൊടുത്തതിനകത്തുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ പൈസ കൊടുക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പണം അത് കഴിഞ്ഞ് കൊടുത്തുണ്ടാവും. അപ്പൊ ഈ കൊടുത്തതിന്റെ അകത്ത് 150 രൂപ എന്നത്തെ ആയിരിക്കാം? ആ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാനുള്ളതാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അത് ഈ കൊല്ലത്തെ ഈ കൊടുത്തതിൽ നിന്ന് നമ്മൾ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കാരണം ആ 150 രൂപ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത് പക്ഷേ ഏത് വർഷത്തെ കൊടുക്കാനുള്ളതാണ്? ഓപ്പണിംഗ് ഡേറ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാനുള്ളതാണ്. അത് ഇക്കൊല്ലത്തെ ചെലവായിട്ട് വരുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ആ 150 രൂപ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് കുറയ്ക്കണം. ഇനി അടുത്തത് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തതാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് അല്ലെങ്കിൽ കഴിഞ്ഞ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം ക്ലോസിംഗ്. കഴിഞ്ഞ അക്കൗണ്ടിംഗ് ഇയറിന്റെ ക്ലോസിംഗ് ആണ് നമ്മളിപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം അല്ലെ ഈ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും കഴിഞ്ഞ വർഷം എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് എളുപ്പം. അപ്പോൾ ഇവിടെ പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട്, മുൻകൂട്ടി കൊടുത്തുകൊണ്ട്. കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തെങ്കിൽ അത് ഒരിക്കലും കഴിഞ്ഞ കൊല്ലത്തെ അല്ല. കഴിഞ്ഞ കൊല്ലത്തെ കൊടുത്തതിനെ ഒരിക്കലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല്ലത്തെ ആയിരിക്കും? ഈ വർഷത്തേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം അത് പേയ്മെന്റ് നടത്തിയ കഴിഞ്ഞ കൊല്ലമാണ്, പക്ഷെ അതിന്റെ ഗുണം കിട്ടും നമുക്ക് ഈ വർഷത്തേക്ക് ആയതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി അടുത്തത് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റില് അഡ്വാൻസ് ഉണ്ട്. ഈ അക്കൗണ്ടിംഗ് ഇയർ അവസാനിച്ച സമയത്ത് നമ്മൾ കൊടുത്തതിൽ എത്രയാണ്? 75 രൂപ അഡ്വാൻസ് ആണ്. അതെ, 75 രൂപ എന്ന് പറയുമ്പോൾ അത് എന്നത്തെയായി വരും? അടുത്ത വർഷത്തേക്ക് ക്ലോസിംഗ് അക്കൗണ്ടിംഗ് ഇയറിന്റെ ക്ലോസിംഗിലാണ് അഡ്വാൻസ്. അപ്പം ക്ലോസിംഗിലെ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ മാർച്ച് 31 നമ്മൾ അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന പണം കൊടുത്തത് അത് അപ്പൊ ഏത് വർഷത്തേക്കുള്ള? അടുത്ത വർഷത്തേക്കാണ്. അപ്പൊ ഈ വർഷം കൊടുത്തതിനകത്ത് 2000-ലെ 75 രൂപ എന്നത്തേക്ക് കൊടുത്തേക്കുന്നതാണ് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയാണ്.
അത് ഇക്കൊല്ലത്തെ എക്സ്പെൻസിൽ വരുന്നതല്ലാത്തതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ അത് ലെസ് ചെയ്യുന്നു, ക്ലോസിംഗിലെ അഡ്വാൻസ് ലെസ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ ലെസ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം, ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ ഡ്യൂ അത് ആഡ് ചെയ്യണം, ഓപ്പണിംഗിലെ അഡ്വാൻസ് ഈ വർഷത്തേക്ക് വേണ്ടി കഴിഞ്ഞ വർഷം കൊടുത്ത് ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോന്നും എഴുതാം. ആദ്യം എഴുതേണ്ടത് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതാം. അപ്പൊ ആഡ് ചെയ്യേണ്ട ഒന്നാമത്തെ എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, സ്റ്റേഷനറി, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 300 രൂപ ആഡ് ചെയ്യണം. അത് ഇന്നർ കോളത്തിൽ എഴുതുക. ഇനി അടുത്ത എഴുതേണ്ടത് സ്റ്റേഷനറി ഔട്ട്സ്റ്റാൻഡിങ്, ഡ്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സ്റ്റേഷനറി ഔട്ട്സ്റ്റാൻഡിങ് ഏത് ഡേറ്റിലാണ് ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാനുള്ളത്. ഈ വർഷത്തിൽ ഇനിയും കൊടുക്കാനുള്ളതാണ്. ക്ലോസിംഗ് ഡേറ്റിലെ എത്രയുണ്ട് ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് 250 രൂപ. അത് ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്, അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിലെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്താണ്. അത് ഈ വർഷത്തേക്കുള്ളതായതുകൊണ്ട് അത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. രൂപയാണ്, അത് ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, ഓപ്പണിംഗിലെ അഡ്വാൻസ്, ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗിൽ കൊടുക്കാനുള്ളത്, ഓപ്പണിംഗിലെ അഡ്വാൻസ് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തത്, അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യും. ഇത് ടോട്ടൽ ചെയ്ത് ഇങ്ങോട്ട് എഴുതാം. 650 രൂപ ടോട്ടൽ ചെയ്യുമ്പോൾ 2650 രൂപയാണ്. ഇതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ കുറയ്ക്കണം. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കാം, മിച്ചമിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഇനി അടുത്ത കൊല്ലത്തേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് കുറയ്ക്കാം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് ഡേറ്റിൽ കുറയ്ക്കേണ്ടതാണ്. 200 രൂപ കുറയ്ക്കാം. അതുപോലെ തന്നെ ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ ഡ്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്, അത് കഴിഞ്ഞ കൊല്ലത്തെ കൊടുക്കാനുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 150 രൂപ. അത് കഴിഞ്ഞ ഇക്കൊല്ലം കൊടുത്ത ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞ കൊല്ലത്തെ കൊടുക്കാനുള്ളതായിരുന്നു. ഇക്കൊല്ലത്തെ ചെലവായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അത് കുറയ്ക്കണം. പിന്നെ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ് കുറയ്ക്കാം. കാരണം അത് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അത് ഈ കൊല്ലത്തെ എക്സ്പെൻസ് ആയിട്ട് വരില്ല. $75 രൂപയാണ്. അപ്പൊ അത് 200, 100, 300, 350, 425 രൂപ വരും. ഇനി നമ്മള് ഇതിൽ നിന്ന് കുറച്ച് എഴുതണം. $2225 രൂപയാണ്. ഇതാണ് എമൗണ്ട് ക്രെഡിറ്റഡ് ടു income and expenditure account. Debited to income and expenditure account. Debited in income and expenditure account. ഇനി നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിലും
സ്റ്റേഷനറിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ സെയിം ആണ്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ, അതുപോലെ സ്റ്റേഷനറി. ബേസ് എന്ന് പറയുന്നത് ബേസ് ആയിട്ട് എടുക്കേണ്ടത് റിസീവ്ഡ്, നമുക്ക് കിട്ടിയത് എടുക്കുക. സ്റ്റേഷനറിയുടെ കാര്യത്തിലാണെങ്കിൽ പെയ്ഡ് എടുക്കുക. ഇനി ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ്, ഓപ്പണിംഗിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ കിട്ടാനുള്ളതാണ്. അത് ഈ വർഷം കിട്ടിയതിനകത്തുണ്ടാവും. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യും. അത് ലെസ് ചെയ്യും. ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ കിട്ടാനുള്ളതാണ്. അത് ഇത്തവണ കിട്ടിയതിനകത്തുണ്ടാവും. അതുകൊണ്ട് അത് മൈനസ് ചെയ്യും. ഇനി സ്റ്റേഷനറിയുടെ കാര്യത്തിലും ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ കൊല്ലത്തെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതും എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പൊ രണ്ടും സെയിം ആണ്. ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് രണ്ട് കേസും ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ്. ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല് എന്താണ്? ഈ വർഷത്തെ ഇനിയും സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഈ വർഷത്തെ ഇനിയും കിട്ടാനുള്ളത്, ഈ വർഷത്തെ ഇനിയും കിട്ടാനുള്ളത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സ്റ്റേഷനറിയുടെ കാര്യത്തില് ഈ വർഷത്തെ ഇനിയും കൊടുക്കാനുള്ളത് അത് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇനി അഡ്വാൻസ് ഓപ്പണിംഗ്. ഓപ്പണിംഗിൽ അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ കൊല്ലം കിട്ടിയതാണ്, ഈ വർഷത്തേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സ്റ്റേഷനറിയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. ഈ കഴിഞ്ഞ വർഷം നമ്മൾ പണം കൊടുത്തതാണ്, അത് ഏത് വർഷത്തേക്ക് വേണ്ടിയാ? ഈ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത് ഈ വർഷത്തേക്ക് വേണ്ടി. അപ്പൊ അതും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? അടുത്ത വർഷത്തേക്ക് വേണ്ടി കിട്ടിയതാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? ഈ റിസീവ്ഡിൽ നിന്ന് ലെസ് ചെയ്യണം. സ്റ്റേഷനറിയുടെ കാര്യത്തിൽ ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ്, ക്ലോസിംഗിലെ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പണം കൊടുത്താണ്, പക്ഷെ അടുത്ത വർഷത്തേക്കാണ്, അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചറിയാം, സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ മൈനസ് ചെയ്യുന്നു, ക്ലോസിംഗിലെ അഡ്വാൻസിനെ മൈനസ് ചെയ്യുന്നു. അത് തന്നെയാണ് സ്റ്റേഷനറിയുടെ കാര്യത്തിൽ. അതുപോലെ ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, അഡ്വാൻസ് ഓപ്പണിംഗിലെ ആഡ് ചെയ്യും. അത് തന്നെയാണ് ഇത്. അപ്പൊ ഈ ഒരു കാര്യം സബ്സ്ക്രിപ്ഷൻ പഠിച്ചാൽ അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് സ്റ്റേഷനറിക്ക് അത് വരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളുള്ള ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പം സബ്സ്ക്രിപ്ഷന്റെ പഠിക്കുന്ന കുട്ടികൾക്ക് അതേ രീതിയിൽ തന്നെ ഏത് പ്രോബ്ലം ചെയ്യാം, സ്റ്റേഷനറി ചെയ്യാം. രണ്ടിടത്തും ഓരോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒന്ന് തന്നെയാണ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യുന്നു, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുന്നു, അഡ്വാൻസ് ഓപ്പണിംഗിൽ അഡ്വാൻസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗിൽ അഡ്വാൻസ് ലെസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോബ്ലം വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.